അവസാനിപ്പിക്കണം. എന്തായാലും പറയണേ, ആ 1,00,000 പേർക്ക് 60 ബസ് എന്നുള്ള കണക്കിലാണെങ്കിൽ ഈ സർക്കാർ ഇനിയും 8,540 ബസ് പ്രൈവറ്റ് ബസ് ഇൻക്ലൂഡിംഗ് ഞാൻ പറയുന്നത് കേരളത്തിന്റെ പൊതു സംവിധാനം അല്ലെങ്കിൽ ഗതാഗത സംവിധാനം മെയിൻറ്റെയിൻ ചെയ്തതിന് 8,540 ബസ് ഇനിയും കുറവുണ്ട്. അവിടെ KSRTCക്ക് അനുവദിച്ചത്ര 92 കോടി മാത്രം. ആ 92 കോടി കഴിഞ്ഞ പൈസ കുറവുണ്ടതിന്റെ പേരിൽ 48 കോടി രൂപ വെട്ടിക്കുറച്ചു. ഇപ്പോ മന്ത്രി പറയുന്നത് എന്താ, ഇന്നലെ 400 ബസ് എന്തോ വാങ്ങാൻ പോണത്. എവിടെയാ KSRTCക്ക് ബസ്സുകൾ അനുവദിച്ചു തരണ്ടേ? ആ പൈസയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PMS നിരവധി തവണ ധനകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് കൊടുത്തിട്ട് പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇന്ന് ഇതുവരെ ഈ നിമിഷം വരെ KSRTCയിലെ പ്രതിനിധികളെ പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. യൂണിയൻ നിലയ്ക്ക് PMSനെയും വിളിച്ചിട്ടില്ല. ഞങ്ങൾക്കത് ശക്തമായ പ്രതിഷേധമുണ്ട്. വടക്ക് നിന്ന് തെക്കോട്ടെടുത്തൊരു യാതാണെന്നല്ലോ. വടക്കുന്ന് തെക്കോട്ട് കഴിഞ്ഞ 8.5 വർഷക്കാലമായിട്ട് ഇവർ ജീവനക്കാരെ തെക്കോട്ടെടുത്ത് 444 ജീവനക്കാരന്റെ ആത്മാവ് തെക്കോട്ട് പോയിരിക്കുക. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വന്നിരിക്കുക. കഴിഞ്ഞ 1-ാം തീയതി പ്രഖ്യാപനം എന്തായിരുന്നു? മുഴുവൻ കൊടുക്കും, ശമ്പളം 1-ാം തീയതി കൊടുക്കും. ഇവിടെ ശമ്പളവും കാണാനില്ല. ഒടിയൻ കൊച്ചേട്ടന്റെ തള്ളു മാത്രമേ കാണാനുള്ളൂ. ഒടിയൻ കൊച്ചേട്ടന്റെ ശമ്പളത്തെ കുറിച്ചുള്ള ഒരു തീരുമാനവും ഇതുവരെയായിട്ടില്ല. ഇതാണോ സംഘടന? പക്ഷെ ഒരു കാര്യം, PMSകാരായ കാവിക്കൊടി പിടിക്കുന്ന നമുക്ക് അഭിമാനിക്കാം. ചീഫ് ഓഫീസിന്റെ മുന്നിൽ നടന്ന് സമരത്തിന്റെ കോപ്രായം കാണിച്ചവരെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് സമരമായി എത്തിയെങ്കിൽ അത് PMSന്റെ സമരമാണ്. ഞങ്ങളാ പറഞ്ഞത്. വിഷയങ്ങൾ ഓരോന്നായി ഉന്നയിച്ചു. സമൂഹത്തിന്റെ മുന്നിലും ജീവനക്കാരുടെ മുന്നിലും. അവസാനം റഫറൻഡം എടുത്തപ്പോ രക്ഷയില്ലാതായ സമയത്ത് കൊടിയുമായി കാസർഗോഡ് നിന്ന് ജീവനക്കാരനെ KSRTCക്കാരനെ തെക്കോട്ടെടുക്കുന്നതിന് വേണ്ടി ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ വന്ന് പ്രഖ്യാപനം നടത്തി വാലഞ്ചിരിട്ടി പോയിരിക്കുക. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. KSRTCയിൽ ശമ്പളം ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾ ദേശീയ ശരാശരിയായോ? ദേശീയ ശരാശരി 5 7 മുകളിലല്ലേ? അവസരം നേരത്തെ വൈദ്യൂടെ സൂചിപ്പിച്ചു. ശരാശരി കുറച്ചു. 33,000 പെർമനന്റ് ജീവനക്കാരും എംപാനൽ ജീവനക്കാരിലൊക്കെ 44,448 ജീവനക്കാരിൽ നിന്ന് ഇന്ന് 22,347 ജീവനക്കാരെ കുറച്ചു. അപ്പൊ ചോദിച്ചു, ദേശീയ ശരാശരിക്ക് താഴെയല്ലേ? 5-ന് താഴെ വന്നല്ലോ. പിന്നെ അവിടെ ശമ്പളം മറുപടി ഉണ്ടോ? ഇപ്പോഴെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രൈവറ്റുകാർക്ക് റൂട്ടുകൾ അനുവദിച്ചു കൊടുക്കുക. പ്രൈവറ്റുകാർക്ക് 1003 റൂട്ടുകൾ, 503 റൂട്ടുകൾ അനുവദിച്ചു കഴിഞ്ഞു. 28,846 കിലോമീറ്റർ. ഇപ്പോഴാ ഈ സർക്കാർ ഇങ്ങോട്ട് വിളിച്ച്, നിങ്ങൾ ഇങ്ങ് വാ, റൂട്ടൊക്കെ ഞങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞ് കൊടുത്ത് 28,846 കിലോമീറ്റർ. എന്നിട്ട് പറഞ്ഞെന്താ? KSRTCക്കാരുടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് അവർക്ക് ബസ്